back to my YouTube channel and welcome to a new video. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വ്ലോഗ് ആണ്. പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഹെൽത്തി മാംഗോ ട്രിഫിൾ പുഡിംഗ്. റീസെന്റ് അഹാന കൃഷ്ണ ഇട്ടൊരു വ്ലോഗാണ് ഈ ഒരു ഹെൽത്തി മാംഗോ ട്രിഫിൾ പുഡിംഗ്. അപ്പൊ ഞാനത് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. വെരി സിമ്പിൾ അത്രയ്ക്ക് ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ വേഗം ഇന്നലെയാണ് വീഡിയോ കാണാനിടയുണ്ടായത്. അപ്പൊ ഇന്ന് ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. സോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് മാംഗോസ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 മാംഗോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ബ്രെഡാണ്. വീറ്റ് ബ്രെഡാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ അറ്റത്തുള്ള 4 സൈഡ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലുള്ള ആ ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, പകരം ഹണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആ ബ്രെഡിൻ്റെ 4 സൈഡ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ തേങ്ങാപ്പാലിലേക്ക് ഈ ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്. ലൈക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഹണി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹണിയും തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുഡിങ്ങിന് വേണ്ടുന്ന സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ലെയറിങ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കാണ് നമ്മൾ ലെയറിങ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെയർ ബ്രെഡാണ് വെക്കേണ്ടത്. അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ട് പിന്നെ എവിടെയാണോ സൈഡിലൊക്കെ ഗ്യാപ്പ് വരുന്നതൊക്കെ വീണ്ടും ബ്രെഡ് പീസസ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഹണിയും തേങ്ങാപ്പാലും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്രെഡ് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് മാംഗോസ് വെച്ച് കവർ ചെയ്യാം. ഇനി അങ്ങോട്ട് റിപ്പീറ്റേഷൻസ് ആണ് വരുന്നത്. അതായത് ഇനി നെക്സ്റ്റ് ലെയർ വന്നിട്ട് ബ്രെഡും പിന്നെ അതിനുശേഷം തേങ്ങാപ്പാൽ, അതിനുശേഷം മാംഗോസ്, ഇങ്ങനെ ആ ഒരു ബൗള് നിറയുന്നത് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഓൾമോസ്റ്റ് ലെയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാംഗോ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് കുറച്ച് പീസസ് ഓഫ് മാംഗോസ് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒരു തിക്ക് ജ്യൂസ് പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് മേലെ ലെയറിംഗ് ആയിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലെയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിൽ ഹാഫ് ആൻ അവറോ 1 hour നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. കുറച്ച് നല്ല തണുത്ത നല്ല രസമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. സോ ഗൈസ്, ഞാൻ ഈ ഒരു ഹെൽത്തി മാംഗോ ട്രിഫിൾ പുഡിംഗ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ട്. മാംഗോ ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീറ്റ് ബ്രെഡിന് പകരം മിൽക്ക് ബ്രെഡ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ വീറ്റ് ബ്രെഡ് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ഡിഷിന് വീറ്റ് ബ്രെഡാണ് നല്ലത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കിയതാണ്. അഹാന ഓൾസോ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓൾസോ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നത് വരെ